കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഞാൻ പ്രാരംഭമായിട്ട് ഒരു ഭാഗം ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് തുടരാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ കാണുകയാണ്. പൈതൽ വളർന്നും ജ്ഞാനം നിറഞ്ഞും ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപ അവൻ്റെ മേലെ ഉണ്ടായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവത്തിൻ്റെ കൃപ പൈതലിന് മേലുണ്ടായിരുന്നു. 52-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് കാണുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യൂത്തിൻ്റെ മീറ്റിംഗ് ആയിരിക്കുമ്പം തന്നെ പേരൻസും ഇതിനകത്ത് കാണുന്നുണ്ട്. ഒപ്പം രണ്ടു കൂട്ടരും ഒരുപോലെ ചിന്തിക്കപ്പെടേണ്ട ചില മേഖലകളെ ഒന്ന് തൊട്ടിട്ട് തുടരാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. യോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായിട്ട് ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്ത ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ജഡാവതാരം ചെയ്യുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബമുണ്ട്. അത് നസ്രത്തിലെ ഒരു കൊച്ചു കുടുംബമായിരുന്നു, ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബം. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൽ അങ്ങ് അവിടുന്ന് തിരുപ്പിറവി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, 1000 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിട്ടും എന്തിനായിരിക്കാം ഈ കുടുംബത്തെ തന്നെ യേശു തമ്പുരാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് പല കാരണങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അവരുടെ പ്രത്യേകതകളൊക്കെ ഒരു പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ ജോസഫിൻ്റെ മറിയത്തിൻ്റെ മകനായിട്ട് ജനിക്കുകയാണ്. പക്ഷേ ജോസഫിനെക്കുറിച്ച് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണെന്ന് താൻ അറിഞ്ഞിരിക്കുകയും അവളെ ഗൂഢമായിട്ട് ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടും അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ഭാവിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നത്? അവൾക്ക് ഗൂഢമായിട്ടാണ്. അതിൻ്റെ ഒരു കാര്യം ജോസഫ് നീതിമാനാകണം എന്നുള്ളതാണ്. പക്ഷേ വേദവസം നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ അധികം ഒന്നും സംസാരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് ജോസഫിനെ കാണാൻ കഴിയും. കാര്യമായ വാക്കുകളിലൂടൊന്നും അദ്ദേഹം സംസാരിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ വേദവസ്ത ആ മനുഷ്യനെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ നീതിമാനാണ്. എല്ലാത്തിനും ഒരു നിശബ്ദനായിട്ടൊക്കെ നിന്ന ദൂതം വന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് പോകാനും അവിടുന്ന് പിന്നെ തിരിച്ചു വരാനും ഒക്കെ പറയുമ്പോൾ തന്നെ എല്ലാത്തിനും മുഖസാക്ഷിയായി നിശബ്ദനായി നിന്ന ഒരു മനുഷ്യനായിട്ട് കാണാൻ കഴിയും, നിശബ്ദനായ ഒരച്ഛൻ. പക്ഷെ മറിയത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു, മറിയം വളരെ സജീവമായിട്ട് ഈ മകൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ പൈതലിങ്ങനെ വളർന്ന് അതിനൊരു ദൈവം ഒരു കുടുംബത്തെ ഇങ്ങനെ ഒരുക്കുകയാണ്. പക്ഷേ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ ശിമിയോൻ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് കൈകളിൽ എന്തി അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത്, നാഥ എന്നെ ഇപ്പോൾ സമാധാനത്തോടെ വിട്ടയക്കണം. കാരണം ഇങ്ങനെയൊരു കുഞ്ഞിനെ വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യൻ യെരൂശലേം ദേവാലയത്തിലുണ്ടായിരുന്നു. അത് ശിമിയോൻ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. ആ വന്യനായ ദീർഘദർശിയായ ആ പിതാവ് മറിയത്തെ കാണുമ്പോൾ, കുഞ്ഞിനെ വേണ്ടി ഒപ്പം കാണുമ്പോൾ 2:29 പറയുന്നുണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുക. നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, മറിയത്തോട്. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച അവൻ്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. എന്നാൽ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട്, വലിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് ശിമിയോൻ മറിയത്തോട് പറയുന്ന ഒരു വാക്ക് 2:35 അതിതാണ്, നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാള് കടക്കും എന്ന് പറഞ്ഞു. നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാള് കടക്കുമെന്ന് പറഞ്ഞു. വളരെ ഗൗരവപ്പെട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മറിയത്തോട് പറയുകയാണ്, നിൻ്റെ പ്രാണനിൽ കൂടെ ഒരു വാള് കടക്കും. ഇതെല്ലാം എക്കാലവും എല്ലാ തലമുറകളും മറിയം തന്നെ പാടുന്നുണ്ട്, നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും,
കാരണം എല്ലാവരും തലമുകളിൽ ഓർക്കുമാറാക്കും ഒക്കെ ഇരിക്കുമ്പം തന്നെ വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ ഭാഗ്യപ്പെട്ട പുണ്യപ്പെട്ട ഒരു പദവിക്ക് അർഹതയായിരിക്കുമ്പം തന്നെ ഈ അമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രാണനിൽ കൂടെ ഒരു വാള് കിടക്കും. ഈ പ്രാണനിൽ കൂടെ വാള് കിടക്കുന്ന ഒരു അമ്മയുടെ മകനായി, പ്രാണനിൽ വാളുള്ള ഒരു അമ്മയുടെ മകനായി, നിശബ്ദനായ ഒരു അച്ഛൻ്റെ വീട്ടിൽ യേശു കർത്താവ് ഇങ്ങനെ വളരുകയാണ്. ആ ദൂത്, പ്രാണനിൽ കൂടെ വാള് കിടക്കുമെന്ന് പറയുന്നൊരു ദൂത്, ആ ദൂത് സത്യമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഈ മകനിങ്ങനെ 30 വയസ്സായി. പരശുശ്രൂഷയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ പറയുന്നവൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാച് പിടിച്ചവനാണ്, ഭൂതം പിടിച്ചവനാണ്. പിന്നെ ഇങ്ങനെ വല്ലാതെ അലഞ്ഞ് നടക്കുകയാണ് ഈ മോനെ. ഒരു കൂട്ടരെയും കുട്ടി ഇങ്ങനെ നാടും വീടും ഒക്കെ ഇട്ട് അലയുകയാണ്. അലഞ്ഞ് മനുഷ്യരെ തേടി, പാപികളെ തേടി അലയുന്ന ആ മകന്. പക്ഷെ 33 നല്ല യൗവനത്തിൽ പിലാത്തോസിൻ്റെ അരമനയെ വെച്ച് ഇവനൊരു തെറ്റും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും കുറ്റക്കാരെന്ന് വിധിച്ച് അടിക്കപ്പെടുകയാണ്. ഗബ്ബദായിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ അവനെ മരണത്തിന് ഏൽപ്പിക്കുകയാണ്. മരണത്തിന് ഏൽപ്പിച്ചപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ പൊന്നമ്മനക്കുമാരൻ്റെ തോളിലെ കുരിശും വെച്ചുകൊണ്ട് പോവുകയാണ്. കുരിശ് വെച്ചുകൊണ്ട് പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റുമുള്ള ഒരു യാത്ര. ആ യാത്ര വല്ലാത്ത മുറിവേൽപ്പിക്കുന്നൊരു യാത്രയാണ്. അങ്ങനെ മുറിവേറ്റ് പോകുമ്പോൾ കൂടെ വീഴുന്നുണ്ട്. വീഴുമ്പോൾ പലപ്പോഴും മുഖമടിച്ചായിരിക്കാം വീഴുക. കൈകൾ പോലും കുത്തപ്പെടാൻ കഴിയാത്ത പോലെ ചിലപ്പോൾ ഈ കുറുകെയുള്ള തണ്ടിനോട് ചേർത്ത് കെട്ടപ്പെട്ടിരിക്കാമെന്ന് ഉള്ള വാദങ്ങളുമുണ്ട്. അങ്ങനെയും ആ സമയങ്ങൾ നടക്കപ്പെടാറുണ്ട്. അല്പദൂരം, നല്ല ദൂരമുണ്ട് ഈ ഇതിനിടയ്ക്ക്. വീട് എഴുന്നേറ്റുമൊക്കെ പോകുമ്പോൾ ഇസ്രായേൽ കന്യകമാരിങ്ങനെ കരഞ്ഞുകൊണ്ട് സ്ത്രീകൾ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കി പറയുന്നു, എന്നെ നോക്കി കരയല്ലേ. പിന്നെ ഇങ്ങനെ ക്രൂശിൻ്റെ ചുവട്ടിലെല്ലാം വരുമ്പോൾ ഒരമ്മ ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. സ്വന്തം മോനെ ഇങ്ങനെ വല്ലാതെ അടിക്കുന്നു, തുപ്പുന്നു. ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് ആ ക്രൂശൊരു അനുഗ്രഹമാണ്. പക്ഷേ സ്വന്തം മോൻ ഇങ്ങനെ തകർക്കപ്പെടുമ്പോൾ, അവിടുത്തെ അസ്ഥികളെല്ലാം ബന്ധപ്പെടുമ്പോൾ, ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടി എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ അങ്ങ് പോലും എന്നെ കൈവിട്ടുവെന്ന് ചോദിക്കുമ്പോൾ വല്ലാത്ത ദുഃഖം ആ അമ്മയ്ക്കുണ്ട്. നോക്കിയേ, സ്വന്തം മോൻ, അതും കണ്ടു തീരാത്ത 30കളുടെ തുടിപ്പ് നിൽക്കുന്ന ഒരു മോൻ, നമുക്ക് കർത്താവ്. പക്ഷേ അമ്മയ്ക്കൊന്നും മോനൂടല്ലേ, ഒരമ്മയല്ലേ. അമ്മയുടെ ചങ്കിനകത്തൂടെ ഒരു വാള് കയറുകയാണ്. അമ്മയുടെ ചങ്കിനകത്തൂടെ വാള് കയറുകയാണ്. ഈ അമ്മ ഇത് കാണുകയാണ്. ഒരു കാര്യം എന്നെ അവിടെ പഠിപ്പിച്ചു, എല്ലാ അമ്മയുടെയും ചങ്കിനകത്ത് ഒരു വാളുണ്ട്. അത് മക്കളെ ഓർത്താണ്. കുഞ്ഞൊരു 4 മണിക്ക് വരേണ്ടത് കുഞ്ഞ് 4:30-5 മണിയായി വന്നില്ല. 6 മണിക്ക് മുമ്പ് വീട്ടിൽ വരണവനാണവൻ. പക്ഷെ അവൻ ബൈക്കിലാണ് പോയിരിക്കുക. ഇപ്പോൾ 7:30 വരുന്നില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഒരു പക്ഷേ ഫോൺ നിങ്ങൾ സൈലൻ്റാക്കി നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയോ വണ്ടിക്കകത്ത് വെച്ചിരിക്കുകയോ ഒക്കെയാണ്. അമ്മയുടെ നെഞ്ചിനകത്ത് ആദിയാണ്. അവർ കരയും. അവരൊരു പക്ഷേ ഭ്രാന്തെടുത്ത് ഇറങ്ങി തപ്പാനിറങ്ങും. കൂട്ടുകാരെയൊക്കെ വിളിക്കും. നിങ്ങൾക്ക് സഹിക്കാനൊക്കില്ല, നിങ്ങളേറെ വൈകിയും സോഷ്യൽ മീഡിയയുടെ ലോകത്തിരിക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, ആ സമയങ്ങളിൽ പെൺകുഞ്ഞെ നീ ചാറ്റ് ചെയ്യുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് വിഷമമാണ്. നീ വല്ലാതെ ദേഷ്യപ്പെടും. എൻ്റെ കൂട്ടുകാരിൽ എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നത്, എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ എന്നെ സംശയിക്കുകയാണ്. അമ്മയുടെ സംശയം കൊണ്ടല്ല അമ്മ രാത്രി അസ്വസ്ഥയാകുക, അമ്മയുടെ ചങ്കിനകത്ത് വാളായതുകൊണ്ട്. ഓരോ കുരുക്കുകളിലും ഈ പ്രിയപ്പെട്ട മക്കളൊക്കെ ചെന്ന് വിടുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, മക്കളെ ഓർത്തിങ്ങനെ ചങ്കിനകത്ത് വേദന കൊണ്ട് കിടക്കുന്ന 1000 അമ്മമാരുടെ കണ്ണീരുള്ളത് കൊണ്ടാണ് ഇന്ന് ഇതുങ്ങളൊക്കെ മരിക്കാതെയും കുരുങ്ങാതെയും ഒടുങ്ങാതെയും ഒക്കെ എവിടെയൊക്കെ വഴിമാറി തിരിച്ചു വരുന്നത്. അതിൻ്റെ എല്ലാം പിന്നിലൊരു കാര്യമുണ്ടേ. ഈ ചങ്ങിനകത്ത് വാളുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മുറിയും. അത് മുറിഞ്ഞാൽ, ചങ്ക് മുറിഞ്ഞാൽ അത് കണ്ണിക്കൂടെ വരും. ആ വരുന്നതൊന്നും വെറും വെള്ളമല്ല, അതിന് ചോരയുടെ നിറമുണ്ട്. കാരണം അമ്മയുടെ ചങ്കിൽ നിന്ന് വരുന്ന അത്. അതുകൊണ്ട് മറക്കല്ലേ, 1000 അമ്മമാരുടെ ചങ്കിൻ്റെ വാളാണ് ഈ മക്കളായ മക്കളുടെയൊക്കെ അനുഗ്രഹം.
എനിക്കിഷ്ടപ്പെട്ടു ജോസഫ് ഒരു പക്ഷേ കാലം ആ മനുഷ്യനെ അങ്ങനെയാക്കി. അധികം ഒന്നും സംസാരിക്കാത്തൊരു മനുഷ്യൻ. കാലം നിശബ്ദമാക്കിയ ഒത്തിരി അപ്പന്മാരെ ഈ എളിവൻ കണ്ടിട്ടുണ്ട്. ചാടി വരുമ്പോൾ പണ്ടൊക്കെ വലിയ പുള്ളിയായിരുന്നു, ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില മക്കളുടെ അനുഭവങ്ങളും ദുരന്തങ്ങളും നാണക്കേടുകളൊക്കെ ആ മനുഷ്യനെ വല്ലാതെ സൗമ്യനാക്കി. ഇപ്പം പൊട്ടിത്തെറിക്കത്തില്ല, എന്ത് കണ്ടാലും ആദ്യമൊക്കെ പ്രതികരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നിശബ്ദനായി. കാരണം അമ്മ പറഞ്ഞു കൊടുത്തു, അച്ഛൻ ദേഷ്യപ്പെടണ്ട, അതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളങ്ങ് മിണ്ടായിരുന്നാൽ മതി. നിങ്ങളോട് വല്ലതും പറഞ്ഞെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പാടാ. നിശബ്ദമായി നിൽക്കുന്ന അപ്പൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ അപ്പൻ നീതിമാനാണെങ്കിൽ മറക്കരുതേ, നീതിമാൻ്റെ സന്തതി അപ്പം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചങ്ങിനകത്ത് വാൾ സൂക്ഷിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന 1000 അമ്മമാരെ, എന്നെ ശ്രദ്ധിക്കുന്ന മക്കളെ, ഈ വാളുകളാണ് നിങ്ങളുടെ അനുഗ്രഹം, അവിടെ കണ്ണീരാണ് നിങ്ങളുടെ നന്മ എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് 52-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച വചനത്തിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. 52-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതി മുതിർന്നു വന്നു. ഇപ്പോൾ 2 അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. 1 ദൈവാനുഗ്രഹം വേണം, 2 മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹം, മനുഷ്യൻ്റെ അനുഗ്രഹം, 2 അനുഗ്രഹങ്ങളാണ് മനുഷ്യന് എന്നും ആവശ്യമായിട്ടുള്ളത്. ഞാൻ എന്നെന്ന പോലെ എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് മരിച്ചുപോയി. മരണപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ജുബായുടെ പോക്കറ്റിൽ, നെഞ്ചോട് ചേർന്നുള്ള പോക്കറ്റിൽ, ഫ്രണ്ട് പോക്കറ്റിൽ എപ്പോഴും കിടക്കുന്നൊരു പേഴ്സുണ്ടായിരുന്നു. ആ പേഴ്സ് നിറച്ച് എപ്പോഴും പൈസ കാണും. ഓർമ്മ വെച്ച നാൾ മുതൽ അതിനകത്ത് നിറച്ച് പൈസ കാണും. ഈ പൈസ എങ്ങനെ അതിനകത്തിരിക്കുക? ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വല്ലാതെ ബുദ്ധിമുട്ടുമൊക്കെ ചെയ്യുമ്പോൾ പൈസ ഇല്ല വരുമ്പോൾ ആകെ അവസാനത്തെ ആശ്രയം അപ്പയായതുകൊണ്ട് പൈസ ചോദിക്കാൻ ചെല്ലും. പൈസ തരും, പക്ഷേ കുറേ പറഞ്ഞിട്ട് തരത്തുള്ളൂ. എൻ്റെ പേഴ്സിൽ എങ്ങനെ പൈസ ഇരിക്കുമെന്നറിയാം. പറയും അതിൻ്റെ റീസൺ. കാലത്തിനേറെ മുമ്പ് ഒരായുസ് മുഴുവൻ മിലിറ്ററി ജോലി ചെയ്തിട്ട് അവിടുന്ന് PF മേടിച്ച് തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഇപ്പം പൈസ ഒരായുസ് അധ്വാനിച്ചതിൻ്റെ പണമെല്ലാം കൈ കെട്ടി. അതൊക്കെ ആയിട്ട് വന്നിട്ട് അന്ന് രാത്രി തന്നെ ആ കിട്ടിയ പണം മുഴുവൻ, അന്നത്തെ കാലത്ത് ഒരു 4 ലക്ഷം രൂപയും മേലെ മൊത്തം എടുത്ത് അപ്പച്ചൻ്റെ കൈ കൊടുത്തു, അപ്പയുടെ അപ്പൻ്റെ കയ്യിൽ. പിറ്റേ ദിവസം രാവിലെ മൂത്ത പെങ്ങളെ കാണാൻ വേണ്ടി പോകണം. അതങ്ങ് കോട്ടയത്തിനടുത്ത് പാലായിലാണ്. പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങിയൊക്കെ ഇറങ്ങുക. പോകാൻ തുനിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു, പോകാൻ നിൽക്കുക. അപ്പോൾ അപ്പച്ചൻ അമ്മയെ വിളിച്ച് പറഞ്ഞെന്ന്, പെട്ടെന്ന് പോകാൻ പറ, പോയാലേ പെട്ടെന്ന് തിരിച്ചു വരാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ലാസ്റ്റ് ബസ് പോയാൽ പിന്നെ വരാൻ പാടാ. അത് 7 മണിയാകുമ്പം പോകും. അപ്പം പിന്നെ വരുന്ന വഴിക്ക് വണ്ടി കിട്ടത്തില്ല. എന്താ പോകാൻ നിൽക്കാൻ ചോദിച്ചപ്പം അമ്മ എന്ന അപ്പച്ചനോട് പറഞ്ഞു, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്ത, വണ്ടിക്കൂലിക്ക് പൈസയില്ല. ഒരാഴ്ച മുഴുവൻ മിലിറ്ററിയിൽ അധ്വാനിച്ചൊരു മനുഷ്യൻ്റെ കൈ പൈസയില്ലെന്ന് പറഞ്ഞാൽ അവനെ പൈസ ഇല്ല എന്ത് ചെയ്തു? അപ്പോൾ അമ്മ പറഞ്ഞു, മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ കൊടുത്തിട്ടാണ് കിടന്നുറങ്ങിയത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസ അപ്പൻ്റെ കൈ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങിയെന്ന്. എനിക്കത് കുഞ്ഞൊരു ഓർമ്മയുണ്ട്. എൻ്റെ അപ്പച്ചൻ വലിയവായി കരഞ്ഞു. ഒരു പേഴ്സ് എടുത്ത് അതിനകത്ത് കുറച്ച് പൈസ വെച്ച് അനുഗ്രഹിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ആയുസ്സിൽ പൈസ കുറയത്തില്ലെന്ന്, നിൻ്റെ ആയുസ്സിൽ ഈ പേഴ്സിൽ പൈസ കുറയത്തില്ലെന്ന്. ഞാനതിന് സാക്ഷ്യം വഹിച്ചതാണ്. ആ ആയുസ്സിൽ ആ പേഴ്സിൽ പൈസ കുറഞ്ഞിട്ടില്ല. മരണത്തിൻ്റെ ദിവസങ്ങളിൽ ഐസിയുലായതുകൊണ്ട് തന്നെ പേഴ്സെല്ലാം മാറ്റി. പക്ഷെ മരണത്തിൻ്റെ തലേ രാത്രിയിൽ സന്ധ്യയായപ്പോൾ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ കുറേ മക്കൾ, വിശ്വാസ സമൂഹം അങ്ങ് തെക്കൂന്ന് തിരുവനന്തപുരത്തിനപ്പുറത്തുനിന്ന് കാണാൻ വന്നു. അവർ വന്നിട്ട് അനുവാദം മേടിച്ച് താനും ആവശ്യപ്പെട്ടതനുസരിച്ച് ഐശുവിൻ്റെ പുറത്ത് തന്നെ ഒരു വീൽ ചെയറെ കൊണ്ടുവന്ന് കാണിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ തെക്കുന്ന് വന്ന വിശ്വാസികൾ അവരെല്ലാം കൂടി കാണിക്ക കൊണ്ടു കൊടുത്തു. അവിടെ ഒരു സന്തോഷം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു. ഒരു വികാരനിർഭരമായ രംഗം. അവസാനം അവർ കാണിക്കെല്ലാം കൊടുത്തത് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ഐശുവിലേക്ക് പോയി. രാത്രി 11 മണിക്ക് എൻ്റെ ഭാര്യ കാണാൻ കയറിയപ്പം പറഞ്ഞു, പോക്കറ്റിൽ പൈസയില്ലേ, അത് ഐശു അല്ലേ,
എടുത്ത് സൂക്ഷിച്ച് പുറത്ത് വെച്ചേക്കട്ടെ, വേണ്ട അതവിടെ ഇരിക്കട്ടെ. വെളുപ്പിന് ഡോക്ടർ വന്ന് പറഞ്ഞു, വിളിച്ചു, ക്ഷീണമാണ്. ഞാൻ ചെല്ലുമ്പം മരിക്കുകയാണ്, നോക്കി നിൽക്കാൻ മരിച്ചു. ഞാൻ പതുക്കെ പോക്കറ്റെല്ലാം ഇങ്ങനെ ദേഹമൊക്കെ തപ്പി തൂത്തപ്പം പോക്കറ്റ് തടഞ്ഞപ്പോൾ അതിനകത്തൊരു 5 മണി പൈസ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ആ പൈസ എടുത്ത് പോക്കറ്റിട്ടു. ഭൗതിക ശരീരം മോർച്ചറിലേക്ക് മാറ്റി. മോർച്ചറിലൊക്കെ സൂക്ഷിച്ചിട്ട്, പൊന്നുമക്കളെ, ഓഫീസിൽ പോയി ബില്ലെല്ലാം പേ ചെയ്യാൻ. ബില്ല് പേ ചെയ്തു. ബില്ല് എൻ്റെ കൈ കിട്ടി. ബില്ല് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബില്ല് നോക്കിയിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എണ്ണി നോക്കി. എനിക്കിപ്പോഴും ഇത് അത്ഭുതമാണ്. കൃത്യം ആ പോക്കറ്റിൽ, അപ്പോൾ എൻ്റെ കൈ വേറെ പൈസ അന്നേരം ഇല്ല. ഞാൻ ആ പോക്കറ്റിലെ പൈസ എടുത്ത് എൻ്റെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. കൃത്യം പൈസ, മറ്റൊന്നിനല്ല, ബില്ലടയ്ക്കാനുള്ള പൈസ. ഞാൻ അത്ഭുതപ്പെട്ട് ഇതെന്താ ഇങ്ങനെ ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ച് വന്നിട്ട് തൻ്റെ കൈ കൊണ്ട് ഈ പൈസ കൊടുത്തപ്പോൾ അപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടി. നിൻ്റെ പൈസ കുറയത്തില്ലെന്ന്. മരിക്കുമ്പോഴും ബില്ലടയ്ക്കാനുള്ള പൈസ വരെ ആ പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോയി. ഇതൊരാളുടെ അനുഗ്രഹം, അപ്പൻ്റെ അനുഗ്രഹം. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിൻ്റെ അമ്മയുടെ നെഞ്ചിനകത്തെ വാൾ നീ കണ്ടിട്ടുണ്ടോ? നീ ഉടറിപ്പോകുമ്പം മക്കളെ, ഈ നെഞ്ചിൻ്റെ വാളുള്ളത് കൊണ്ടാണ് നിനക്ക് നൈരാശ്യം വരുമ്പോഴും തിരിച്ചു വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ഒരാളുള്ളത്. പലവട്ടം നിങ്ങൾ പരീക്ഷ എഴുതാനൊക്കെ കയറുമ്പം എഴുതിയിട്ട് കഴിയുന്നിടം വരെ മുട്ടി നിൽക്കുന്ന ഒരമ്മ കാണും. നിങ്ങൾ IELTS എഴുതാൻ പോകുമ്പോൾ നിങ്ങളിങ്ങനെ കാനഡയിലും യുഗമനിലൊക്കെ മെഡിസിനും അതിനും ഇതിനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങ് ഇന്ത്യയുടെ തെക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ നെഞ്ചി വാളുമായിട്ടൊരമ്മയുണ്ടെന്ന് മറക്കല്ലേ. നിശബ്ദനായൊരപ്പനുണ്ടെന്ന് മറക്കരുതേ. നിങ്ങളവരെ ഓർക്കാറുണ്ടോ? നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളവരെ വേദനിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ പലതിനോടും അവർക്ക് വിയോജിപ്പ് കാണും. അപ്പം നിശബ്ദനാണെങ്കിലും അമ്മ കലപില പറഞ്ഞുകൊണ്ട് പുറകെ കാണും. ഇത് കാണുമ്പം നിങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് കാണും. ചോദിച്ചോട്ടെ, ഈ വാളില്ലായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ആര് കരയും? ഈ നെഞ്ചിനകത്ത് വാളില്ലാത്ത ഇവർ നിൻ്റെ പുറകില്ലായിരുന്നെങ്കിൽ, നമ്മുടെ പുറകില്ലായിരുന്നെങ്കിൽ നമ്മളെവിടെ ചെന്നേനെ? അവരുടെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹം നിങ്ങൾക്ക് മേടിക്കാൻ ഒത്തിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ഇല്ലേ? അവരെടുക്കെ പോയിട്ട് ഈ അനുഗ്രഹം മേടിക്കാൻ ഒത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു നിമിഷം ഈ പ്രാരംഭത്തിൽ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ മക്കളും ഒന്ന് കണ്ണടച്ച് ശബ്ദമായി നിൽക്കുന്ന യോസഫിനെ പോലെ കാലം നിശബ്ദമാക്കിയ കുറേ പേര് നെഞ്ചിലിങ്ങനെ മക്കളെ മാത്രം ഓർത്ത് വാളുമായിട്ട് നിൽക്കുന്ന കുറേ അമ്മമാർ. ഇവരുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പം തിരിച്ചു പറയുമ്പം അവർ വല്ലാതെ മുറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ ശപിച്ചില്ല. ഒറ്റ കാര്യം കൊണ്ടാണ്, എൻ്റെ വായി നിറം പറ്റിയത് വല്ലതും പോയാൽ അത് അവനേറ്റാലോ. കണ്ണടച്ച മക്കളെ ഒരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. എനിക്കങ്ങനെ ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട് അപ്പനും അമ്മയും ജീവനോടില്ല. പക്ഷെ ഉള്ള മക്കളൊക്കെ പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ വാളിനകത്തുനിന്ന് വീണ്ടും നീ മുറിവ് സമ്മാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന് അവസരം തരികയാണ്. ഞങ്ങളുടെ ദൈവമേ, ഈ ചങ്കിനകത്ത് വാളും ഹൃദയത്തിൽ ഒത്തിരി നൊമ്പരങ്ങളുമുള്ള 1000 അമ്മമാർക്ക് വേണ്ടി, അതുകൊണ്ടാണല്ലോ ഈ മക്കളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്നത്. എത്രയോ വട്ടം അവരുടെ ബൈക്കുമായിട്ട് വണ്ടിക്കടി പോകേണ്ടതാണ്. അത് സ്വപ്നം കണ്ട്
ആ സമയത്ത് അമറിക്കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മമാർ. എത്രയോ വട്ടം രാഷ്ട്രീയ സംഘർഷങ്ങളും സംഘടനകളും അവർ ചെന്ന് പെട്ട് ഇല്ലായ്മയായി പോകേണ്ടതാണ്. പക്ഷെ അത് നേരത്തെ അറിഞ്ഞ് അമറിക്കരഞ്ഞ അമ്മ, നിശബ്ദനായിരുന്നിട്ട് മുള്ളിൻ തേങ്ങലുമായിട്ട് അടങ്ങി ഒതുങ്ങി നിന്ന അച്ഛൻ, ഈ മക്കളെയൊക്കെ മക്കളാക്കി മാറ്റാൻ ഇങ്ങനെ നിൽക്കുന്ന ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മക്കളൊക്കെ പലപ്പോഴും വേദനിപ്പിച്ചു, അവരോട് പൊറുക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണേ. അവരുടെ അനുഗ്രഹം കൂടെ ഇവർക്കുണ്ടാകാൻ, കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആകാൻ ദൈവം ഇടയാക്കണമേ. പ്രാർത്ഥിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ആ നിലകളിൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഒഴുകി വരുവാനായിട്ട് സർവശക്തി നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറക്കല്ലേ, അവരുടെ ചങ്കിനകത്ത് വാളുള്ളത് കൊണ്ടാണ് നിങ്ങളന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെ വെമ്പൻ്റെ ബൈക്കിനകത്ത് കയറിപ്പോയേനെ, ബൈക്കിൻ്റെ അടിയിൽ കയറിയെന്നെ, ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങിപ്പോയേനെ. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ആദാമിൻ്റെ വംശപാരമ്പര്യമായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായിട്ട് അവനെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചുവെന്നും അവർക്ക് ആദമെന്ന് പേരിട്ടുവെന്നും നാം കാണുകയാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ ഏദൻ്റെ തോട്ടത്തിലേക്ക് ആക്കി വെക്കുന്നു. അവൻ്റെ സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുന്നു. അവിടെ മുക്കിൽ ജീവശ്വാസം ഊതുന്നു. അവർ ജീവനുള്ള ദേഹിയായിട്ട് മാറുന്നു. എന്നിട്ട് ദൈവം 1-ാം അധ്യായം നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടിട്ട്, അവന് ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടിട്ട് അവന് തക്കതായ ഒരു തുണ കൊടുക്കണം തീരുമാനിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇല്ല. കാരണം ആണും പെണ്ണുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ തൃത്വ ഛായയിലാണ്. ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം. ത്രിയേക ദൈവം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് ദൈവം എന്ന് പറയും. ദൈവം കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, അതൊരു കുടുംബമാണ്. ത്രിയേക ദൈവത്തിൻ്റെ തിരുക്കുടുംബം. ആ കുടുംബത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ആ ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം എന്താണ്? ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു ഡെഫിനിഷൻ, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹമാകുന്ന ദൈവം സ്നേഹത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സൃഷ്ടി എന്ന് പറയും. മനുഷ്യ സൃഷ്ടി പോലും സ്നേഹത്തിൻ്റെ സൃഷ്ടികളാണ്. അച്ഛനും അമ്മയും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ സ്നേഹം, അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അമ്മയുടെ ഉദരത്തിൽ നിറയുമ്പോഴാണ് കുഞ്ഞുണ്ടാകുക. സ്നേഹത്തിൻ്റെ സൃഷ്ടിയാണ്. സ്നേഹം എപ്പോഴും സൃഷ്ടിപരമാണ്. ആ സൃഷ്ടി കർമ്മം ദൈവം നടത്തുമ്പം സ്നേഹത്തിൻ്റെ അരൂപിയായി ദൈവം, സ്നേഹത്തിൻ്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു കഴിവുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവാണ്. അങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരു വലിയ കഴിവ് കൊടുത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം മനുഷ്യനെ കണ്ട ഒരു തിന്മ, അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടു. മക്കളെ, ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടു. മനുഷ്യർക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പാടല്ലേ? അവന് വല്ലാത്ത ഏകാന്തതയുണ്ടാകും. ആ ഏകാന്തത നല്ലതല്ലെന്ന് ദൈവം കണ്ടിട്ട് ദൈവം ആദം യൗവനയുക്തനാണ്. ആദത്തിന് വേണ്ടി ഉറക്കം കൊടുത്തു എന്ന് കാണുകയാണ്. ഉറക്കം കൊടുത്തിട്ട് അവൻ്റെ വിലാപ്പുറം തുറന്നു. അവൻ്റെ വിലാപ്പുറം തുറന്നിട്ട് ഒരു വാരിയിലെടുത്തിട്ട് സ്ത്രീയെ നിർമ്മിച്ചു എന്നും അത് അവൻ കണ്ണു തുറന്ന് വന്നപ്പോൾ അവനെ സ്ത്രീയെ കാണുകയാൽ അവൻ അത്ഭുതപ്പെടുകയാണ്. അപ്പം അത്ഭുതപ്പെട്ടപ്പോൾ ഒരു ഗാനം പുറത്തു വന്നു എന്നും നാം കാണുന്നുണ്ട്. ഗാനം ഇതാണ്: നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ്. നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ ആ സ്ത്രീയെ കണ്ടുകൊണ്ട് അവൻ പാടുകയാണ്, ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, ഇവൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. വാരിയിൽ നിന്ന് എടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവൻ പാടി 1:2-23, ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകും. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും. അങ്ങനെ സ്ത്രീയെ സൃഷ്ടിക്കുന്നു. പുരുഷൻ
അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയും. എന്നിട്ട് ഇവരെ ഇരുവരെയും എന്ത് ചെയ്യും? തോട്ടത്തിലേക്ക് കൊണ്ടിരുന്നു ആണ് നാം കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. എന്നിട്ട് ദൈവം മനുഷ്യനെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ തോട്ടത്തിൽ ആക്കി വെക്കുന്നു. ഏദൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ഹെവൻലി ബിയാറ്റിറ്റ്യൂഡുള്ള, ഹെവൻലി ബ്ലിസ്സുള്ള, ഒരു സ്വർഗീയ സന്തോഷമുള്ള ഒരു പ്രത്യേകമായ പർദീസ അനുഭവമാണ് ഏദൻ. ആ ഏദനിലേക്ക് ദൈവം മനുഷ്യനെ ആക്കി വെക്കുന്നു. എന്നിട്ട് ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിനക്കെല്ലാം ഭക്ഷിക്കാം, പക്ഷേ ഒരു കാര്യം മാത്രം നീ ചെയ്യരുത്. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് വയ്ക്കുന്ന ആ നന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കാനായിട്ട് പാടില്ല. ഇത് പറഞ്ഞ് ദൈവം മനുഷ്യനെ അവിടെ ആക്കി വെച്ചു. പക്ഷേ അവിടെയാണ് മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നത്. അങ്ങനെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ നാം കാണുകയാണ്, പാമ്പ് സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. അത് സാത്താനിയെ ചതിയാണ്. ആ സാത്താൻ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് ഏതൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ തോട്ടത്തിലെ? അപ്പോൾ സ്ത്രീ പാമ്പിനോട് പറയും, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ലെന്ന് നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു എന്ന് കാണുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ദൈവം മനുഷ്യനെ തോട്ടത്തിൽ ആക്കി വെച്ചു, നിങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം, പക്ഷേ നിങ്ങൾ തോട്ടത്തിൻ്റെ നടുക്ക് വയ്ക്കുന്ന ഈ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. നന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലമാണ് കഴിക്കരുതെന്ന് പറയുന്നത്. ഇതിനെന്താ മക്കളെ കാരണം? അതിന് കാരണമുണ്ട്. ഈ തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കല്ല തിന്മ നിശ്ചയിക്കാനുള്ള അധികാരം, അത് പകരം ദൈവത്തിനാണ്. നമ്മുടെ കയ്യിൽ ഈ അധികാരം കിട്ടിയാൽ നമ്മൾ തിന്മയെ നന്മയാക്കും, നന്മയെ തിന്മയാക്കും. ഇത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കരുത്. പക്ഷേ ഇവിടെയാണ് പിശാചി വന്നിട്ട് ഈ മനുഷ്യനെ വഞ്ചിക്കുന്നത്. എങ്ങനെ വഞ്ചിച്ചു? അങ്ങനെയല്ല, നിങ്ങളുടെ വാസ്തവമായിട്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പൊന്നുമക്കളെ, ഈ പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കുകയാണ്. എന്താണ്? അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? ആരാ ഇത്ര വിശുദ്ധരായിട്ടുള്ളത്? ഇങ്ങനെ ചെയ്താൽ എന്തോ പറ്റുമെന്നേ പറയും. ഇതിനെന്താ ഇത്ര തെറ്റ്? പാപത്തെ സാമാന്യവൽക്കരിച്ചതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതങ്ങ് വളരെ സർവ്വസാധാരണമായി. പാപം ഒരിക്കലും സാധാരണവൽക്കരിക്കപ്പെടരുത്. ഇതങ്ങ് പാപം ഇന്ന് എല്ലാവർക്കും എല്ലാമായി, അതിനിപ്പോൾ വളരെ നാച്ചുറലായിട്ട് മാറുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ദൈവത്തിനൊരു ശേഷിപ്പ് ആവശ്യമുണ്ട്. ഈ ശേഷിപ്പിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവരെന്നും വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ്. ആ വ്യത്യസ്തരായിട്ട് അവരവിടെ നിൽക്കണം. സാധാരണക്കാരെല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് എനിക്കും ഇങ്ങനെ ആകാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകണ്ട. ഉടനെ പിശാച് വന്നിട്ട് അവരോട് വാദിക്കുകയാണ്, നിങ്ങളുടെ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്ത് കാണുന്നു? ഇങ്ങനെയല്ല, പാമ്പ് പറയുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല, പകരം നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മതിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ 6-ാം വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമൊന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഒറ്റയടിക്ക് ആരും തെറ്റിപ്പോത്തില്ല. പിന്നെ സംഭവിക്കുന്നത്, പിശാച് വന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ല. അപ്പം കാണാൻ നല്ലതെന്ന് കണ്ടു. ഞാനതിനെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആയിരിക്കും ജീവിതത്തിൽ ആദ്യമായി, അതുവരെ നോക്കത്ത് പോലുമില്ല, ഈ സ്ത്രീ പോയി നോക്കിക്കാണും. നോക്കിയപ്പോൾ പിശാച് വന്ന് പറഞ്ഞു, നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഈ പിശാചിന് ഭയങ്കര ഒരു സ്ട്രാറ്റജിയുണ്ട്. ഇതുവരെ ആയാൽ കുഴപ്പമില്ല, എക്സ്ട്രീം പോകാതിരുന്നാൽ മതി. നോക്കിയാൽ എന്താ കുഴപ്പം? നോക്കണ്ട. പക്ഷേ നേരത്തെ നോക്കത്തില്ല. പിശാച് നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല, പക്ഷെ കഴിക്കാതിരുന്നാൽ മതി. കുറച്ച് ദിവസം നോക്കിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കാണും, നോക്കാനുള്ള പേടി പോയി. ആവർത്തനം നമ്മുടെ മനസാക്ഷി ഇങ്ങനെ മരവിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്ത് കാണും? പോയി തൊട്ട് നോക്കി കാണും. തൊട്ടപ്പം പിശാച് പറഞ്ഞ്, സാരമില്ല, തൊട്ട് നോക്കിക്കോ, പറിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കാണും. പക്ഷേ 3-4 ദിവസം തൊട്ടപ്പം തൊടാനുള്ള പേടി പോയി. ആവർത്തനം അറപ്പ് മാറ്റും. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് കാണും? പറിച്ച് കാണും. പറിച്ചപ്പോൾ പിശാച് പറഞ്ഞു, പറിച്ചോ, കുഴപ്പമില്ല, കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്ത് കാണും? കഴിച്ച് കാണും, ചവച്ച് കാണും. ചവച്ചോ പിശാച് പറഞ്ഞു, ചവച്ചോ, പക്ഷേ ഇറക്കാതിരുന്നാൽ മതി. പിശാചിനൊരു പ്രശ്നമുണ്ട്, എക്സ്ട്രീമിൽ പോയാൽ കുഴപ്പമുള്ളെന്ന് പറയും, പക്ഷേ ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ
ഇവർ പോയി പറിച്ചു. കാണാൻ നല്ലതെന്ന് കണ്ടു, കഴിക്കാൻ നല്ലതെന്ന് കണ്ടു, ജ്ഞാനം പ്രാപിപ്പാൻ കാണുമ്പോൾ നല്ലതെന്ന് കണ്ടു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും അവിടെ ഉണ്ടായി. എന്നിട്ട് പറിച്ചു, കഴിച്ചു. ഒറ്റയടിക്കാൻ ആരും തെറ്റുക, പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുപോകും. പാപം ഇങ്ങനെ നമ്മുടെ വാതുക്കെ വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് കയ്യിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, പാപം നിൻ്റെ വാതുക്കെ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. സങ്കീർത്തനം 4, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. എൻ്റെ പൊന്നും മക്കളെ, പിശാച് പല രൂപത്തിൽ ഇങ്ങനെ വരും. എന്നിട്ട് പറയും അവിടം വരെ പോയാൽ കുഴപ്പമില്ല. പക്ഷേ വേദവസം പഠിപ്പിക്കുന്നു, പാപം നിൻ്റെ വാതുക്കെ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. മക്കളായ മക്കളെ, പാപം നമ്മുടെ വാതുക്കെ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്, നമ്മളും പാപത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാതിൽ മാത്രമുള്ളൂ. ഈ വാതിൽ തുറന്ന് അകത്ത് കയറും. പാപം നിൻ്റെ വാതുക്കെ കിടക്കുന്നു, പാപം നിൻ്റെ വാതുക്കെ കിടക്കുന്നു. നമ്മൾ രാവിലെ ചെന്ന് കതക് തുറക്കുകയാണ്. വീടിൻ്റെ കതക് തുറക്കുമ്പോൾ നടവാതുക്കൽ ഒരു പാമ്പിങ്ങനെ പണം ഉയർത്തി നിൽക്കുക എന്ന് കരുതുക. മക്കളെ, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ വല്ലാതെ ഭയക്കും. ഭയന്നിട്ട് നിങ്ങൾ വാതിൽ വലിച്ചടയ്ക്കും. വാതിൽ വലിച്ചടച്ചില്ലെങ്കിലോ ആ പാമ്പ് നിങ്ങളെ കൊത്തിയ നിങ്ങൾ മരിച്ചു പോകും. ഇതുപോലെ മനുഷ്യനെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കളായ മക്കളെ, പാപം നമ്മുടെ ഇങ്ങനെ വാതുക്കെ കിടപ്പുണ്ട്. നമുക്ക് 5 വാതിലുകളാണുള്ളത്. ഏതൊക്കെയാണ്? 1 കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 വാതിൽ. വി ഹാവ് 5 ഡോർസ്. അതിലൂടെ മാത്രമേ പാപം അകത്ത് കയറത്തുള്ളൂ. ആ 5 വാതിലുകളെ അടച്ചിട്ടാൽ അതിലൂടെ ഒരു പാപത്തിനും അകത്ത് കയറാനൊക്കത്തില്ല. 5 വാതിലുകൾ അടച്ചിടണം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഒന്നാമത്തെ അടയ്ക്കേണ്ട ഈ വാതിൽ അടച്ചിടണം. പാപം നിൻ്റെ വാതിൽക്ക് കിടക്കുന്നു, മനുഷ്യൻ്റെ അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതുകൊണ്ട് ഈ വാതിലുകൾക്കകത്തൂടെ പാപത്തെ അകത്ത് കയറ്റി വിടാതെ ഈ വാതിലുകളെ ഷട്ട് ഡൗൺ ചെയ്യണം. 5 വാതിലുകൾ മക്കളെ, 5 വാതിലുകൾ. ഒന്നാമത്തെ വാതിൽ കണ്ണാണ്. കണ്ണിലൂടെയാണ് പാപം കിടക്കുക. എനിക്ക് സങ്കടം വരികയാണ്, കാണരുതാത്ത എല്ലാം കാണുന്ന ഒരു തലമുറ. ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറ്റിയിരിക്കുന്നത് അവസരം കൂടിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കാണരുതാത്ത കാഴ്ചകളിലേക്ക് പിശാച് കൊണ്ടുപോകും. എന്നിട്ട് പറയും, കണ്ട എന്താ കുഴപ്പം? ഒന്ന് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തു പറ്റും? അടുത്ത ചോദ്യം, കാണാത്ത ഒരാളെ പറയാമോ? എല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ആകും. അപ്പോൾ കാണാൻ തുടങ്ങുന്നു. എന്താ കാഴ്ച കാണുക? മ്ലേച്ഛതകളുടെ ലോകത്തേക്ക് പോകുന്നു. പറയുന്നുണ്ട് ബുദ്ധിമുട്ട് തോന്നല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളർന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയും അവൈലബിൾ അല്ലായിരുന്നു ഈ സംഭവങ്ങൾ. അന്ന് മനുഷ്യരൊക്കെ പേടിച്ചും ഭയന്നും എവിടെയെങ്കിലുമൊക്കെ പോയി വല്ലതൊക്കെ വായിക്കുകയൊക്കെ ആയിരുന്നു. അല്ലെ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ പേടിച്ച് വരണ്ടുമാണ്, ആരെയും കൈ കിട്ടിയ നാണക്കേടാണ്. പക്ഷെ ഇന്നങ്ങനല്ല, വിരൽത്തുമ്പ് ഇതെല്ലാം വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം ഒഴിച്ചാണ്, കാണാക്കാഴ്ചകളുടെ ഈ ലോകത്തേക്ക് കയറുമ്പോൾ, മായാക്കാഴ്ചകൾ നമ്മൾ നശിക്കുമ്പോൾ ഞാൻ കാണരുതാത്തത് കാണത്തില്ലെന്നുള്ള നിശ്ചയം കിട്ടണം. ഇങ്ങനെ കണ്ട് ഭ്രാന്തരെ പോയ ആലയ മക്കളെ എനിക്കറിയാം. ഒരു കുഞ്ഞ് കരയുന്ന ഓർമ്മയുണ്ട്. സ്വന്തം അമ്മ മുമ്പിൽ കൂടെ പോയാലും സ്വന്തം പെങ്ങൾ മുമ്പിൽ കൂടെ പോയാലും എൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെടുകയാണ്. കാരണം ആരെയും മനുഷ്യരായിട്ട് അല്ലെങ്കിൽ നഗ്നരായിട്ടാണ് കാണുക. ഇതൊരു മനുഷ്യൻ്റെ അവസ്ഥ. എന്താ കാര്യം? വേണ്ടാത്ത കാഴ്ചകൾ കണ്ണിനകത്തൂടെ കടന്നുപോയി. രണ്ടാമത്തെ ഒരു ലോകമുണ്ട്, നാക്കുന്ന ലോകമാണ്. വേണ്ടതാത്ത ഒരു കാര്യം നാക്കുന്ന വാതിലിലൂടെ കടക്കരുത്. ഞാൻ ചോദിച്ചോട്ടെ, ആരെങ്കിലും ഇവിടെ കുടിയരായത് കുടിക്കാൻ വേണ്ടിയാണ്? കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ഇറക്കിയ ഒരു ചെറിയ ക്ലിപ്പ് എൻ്റെ കൈ കിടപ്പുണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാച്ചാല്, ഞാൻ കണ്ടതിൽ കുറേ അനുഭവം കണ്ടിട്ടുണ്ട്. അതിൽ തീവ്രമായ അനുഭവം, ഒരാളെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുമ്പോൾ 21-22 വയസ്സുള്ള യുവാവ്, കുറച്ച് തീവ്രതയേറിയ മയക്കുമരുന്നാണ് ഉപയോഗിക്കണേ. പിടിച്ച് ഒരു 12-1 മണി സമയത്ത് നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്നു. അവനെ ലോക്കപ്പിലാക്കി. ബേസിക്കലി വളരെ സൗമ്യനായ ചെറുപ്പക്കാരൻ, വളരെ സൗമ്യനാണ്. ലഹരിമരുന്നിന് അടിമപ്പെട്ടു എന്ന് സത്യം.
ആ ലഹരി മരുന്നിന് അടിമപ്പെട്ട സമയത്ത് അതിന് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്തു. പോക്കറ്റടി, അതിന് പോലീസ് പിടിച്ചു. മാല പൊട്ടിക്കൽ, അതിന് പുറമെ മയക്കുമരുന്ന് വിൽപ്പന, അതിനാണ് ഞങ്ങൾ പിടിച്ചത്. 12 മണിക്ക് കൊടുന്ന ആളെ ഒരു 3:30-4 മണി സമയമായപ്പോൾ അവൻ സാധാരണ ഈ മയക്കുമരുന്ന് എടുക്കുന്ന സമയം അതാണ്. അപ്പോൾ ഞങ്ങൾ ലോക്കപ്പിനകത്താവുകൊണ്ട് അന്ന് അത് എടുക്കാനുള്ള സാഹചര്യം കിട്ടാതെ വന്നപ്പോൾ ആ സാധുവായി ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ആള് അവന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു. അവിടുന്ന് എണീറ്റു. അവൻ വന്നിട്ട് ആ ലോക്കപ്പിന്റെ അഴിയുടെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഇടയിൽ ഉറക്കനെ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട്, സാറേ ഒറ്റ വിളിയാ. ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഇവന്റെ ആ ഒരു മാറ്റം. ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞു, എനിക്കൊരു ബീഡി വേണം. ഞങ്ങൾ പോയി കിടക്കട അവിടെ എക്സൈസ് ഓഫീസിലാണ് ബീഡി വലിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പോയി അവിടെ കിടന്നു. പക്ഷെ ആ കിടന്ന് 1 മിനിറ്റ് അവൻ കിടന്നില്ല. അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ഓടി വന്ന് ആ ലോക്കപ്പിന്റെ അഴിയിൽ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ചിട്ട് അവൻ പറയാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എനിക്കൊരു ബീഡി തരാൻ പറ്റില്ലല്ലേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തല ശക്തമായിട്ട് അതിലടിക്കാൻ തുടങ്ങി. ക്രോസില് പട്ട വെച്ചിട്ടുണ്ട്. ആ പട്ടയുടെ മുകളിൽ ഈ ഷാർപ്പായിട്ടുള്ള എൻഡിൽ പോയിട്ട് തല അടിച്ച് നെറ്റി പൊട്ടി രക്തം അങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് ചാടി എണീറ്റ് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ ഞങ്ങൾ വരുന്ന കണ്ടപ്പോൾ അവൻ ആ പിടി വിട്ടു. നേരെ പുറകിലെ ചുമരിൽ വന്ന് തല അവിടെ പോയി അടിച്ചു. അവിടെ താഴെ വീണു. അവിടുന്ന് എണീറ്റു. ശരീരമാസകലം അവൻ മാന്തി പൊളിക്കാൻ തുടങ്ങി. വിത്ഡ്രോവൽ സിംറ്റമാണ്. അതായത് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തി ആ ലഹരി ആ സമയത്ത് ഉപയോഗിക്കാൻ കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അവൻ ഇതുപോലെ ഭ്രാന്ത് കാണിക്കും. അതൊരു രോഗമാണ്. ഞങ്ങൾ അതിനകത്ത് കയറി അവനെ ബലം പ്രയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തി എന്ന് വേണം പറയാൻ. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അവന്റെ കയ്യിലും കാലിലും ആൻകപ്പെടേണ്ട അവസ്ഥ വന്നു. കാരണം ഇവൻ ഒതുങ്ങണ്ടേ. ഞങ്ങൾ ജീപ്പിൽ കയറ്റി തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കി ഒരു ഇഞ്ചക്ഷൻ എന്തോ ചെയ്ത് ഒരു മരുന്നെടുത്തു. അവൻ നോർമലായി. ആ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു, സാറേ ഇത് എന്ത് ചെയ്യണം? ഇത്ര വലിയ ഭ്രാന്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പലപ്പോഴും ചെറിയ തരത്തിലുള്ള ഭ്രാന്തുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വളരെ വലിയ ഭ്രാന്താണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അത് ഓരോ ലഹരി മരുന്നിനും അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വിത്ഡ്രോവൽ സിംറ്റം കാണിക്കും. ബീഡി വലിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഭ്രാന്തൊന്നും കാണിക്കില്ല. പക്ഷെ ബീഡി വലിക്കുമ്പോൾ അത് വലിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥത കാണിക്കും, തലവേദന കാണിക്കും, പറഞ്ഞതിന് മറുപടി പറയില്ല, ദേഷ്യം വരും. മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൈ വിറയ്ക്കും, കാല് വിറയ്ക്കും. അതിൽ ഓരോ മരുന്നിനനുസരിച്ച് അതിന്റെ തീവ്രത കൂടി വരും. നിങ്ങൾ കൊണ്ടുപോക്കോ, ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോക്കോളൂ. അതിന്റെ മുമ്പ് അവൻ ഒരു ഭ്രാന്തും കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുവന്നാക്കി. പിറ്റേ ദിവസം രാവിലെ അത് കോടതി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഇവൻ രാവിലെ തന്നെ എണീറ്റു, സാധുവാണ്, പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് പുറത്തേക്ക് നോക്കി ഞാൻ നോക്കി നിൽക്കുമ്പോൾ അങ്ങ് അകലെന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കാണാം. ആ സ്റ്റെപ്പ് കയറിയിട്ട് അവന്റെ ഉമ്മ അവിടെ വരികയാണ്. ഇത് കേട്ടറിഞ്ഞിട്ട് മകനെ പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ഈ ഉമ്മയെ കണ്ടപാട് ഇവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ, നമ്മള് ആ കണ്ട ആളൊന്നുമല്ല. ഉമ്മയെ കണ്ടപ്പോ അവൻ ഞങ്ങളോട് കെഞ്ചിക്കൊണ്ട് ചോദിക്കാണ്, സാറേ എന്റെ ഉമ്മയാണ് സാറേ വരണേ, ഒന്ന് തുറന്നു താ സാറേ ഈ ലോക്കപ്പ്, എന്റെ ഉമ്മ കാണല്ലേ, ഞാനിതിനകത്ത് കിടക്കണ എന്റെ ഉമ്മ കണ്ട എന്റെ ഉമ്മയ്ക്ക് വല്ലാത്ത സങ്കടാവും, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ. അവന്റെ ഒരു മകന്റെ വിഷമാണ്. അവൻ നോർമലായി നിൽക്കുമ്പോൾ അവന് ഉമ്മയോട് സ്നേഹമുണ്ട്, കുടുംബത്തോട് സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു, നീ അവിടെ കിടക്ക്, നിന്റെ പ്രവൃത്തിന്റെ ഉമ്മ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും കെഞ്ചിക്കൊണ്ട് പറഞ്ഞു, സാറേ അങ്ങനെ പറയല്ലേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ സാറേ, ഞാൻ നിങ്ങളെ പറ്റിച്ച് ഓടിപ്പോവില്ല. ഞങ്ങൾ തുറന്നു കൊടുത്തു. ഈ തുറന്നു കൊടുത്ത പാട് ഇവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ, നമ്മൾ രാവിലെ അങ്കണവാടിയിൽ കൊണ്ടാക്കൂലേ, 3.5-4 വയസ്സുള്ള മക്കളെ അങ്കണവാടിയിൽ കൊണ്ടാക്കിയാല് അവരെ 3:30 മണിക്ക് 4 മണിക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ വരുമ്പോ അല്ലെങ്കിൽ ഉമ്മ വരുമ്പോ ആ 5-6 മണിക്കൂർ അമ്മയെ കാണാത്ത സങ്കടമൊക്കെ ഈ കുട്ടികൾ കാണിക്കില്ല. ഓടി വന്ന് ഒക്കത്തേക്ക് ചാടി കയറി അമ്മയ്ക്ക് തുരുതുരാ ഉമ്മ കൊടുക്കുന്ന കൊച്ചു മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ 22-21 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ട് അവൻ പറയണെന്താ അറിയോ? ഉമ്മ, നമ്മൾ എന്താണ് ചെയ്യും ഉമ്മ, ഞാൻ ഈ നശിച്ച മരുന്നിന് അടിമപ്പെട്ടുപോയി, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ, എനിക്ക് എന്റെ സങ്കടം വേറെ ആരോടും പറയാനില്ല ഉമ്മ, നമുക്ക് മരിക്കുക ഉമ്മ, നമുക്ക് മരിക്കുക. ഒരു ഉമ്മയുടെയും മകന്റെയും നിസ്സഹായാവസ്ഥ ഞങ്ങൾ കണ്ണിൽ കാണുക. അടുത്തൊരു വാക്കുകൂടി അവൻ പറഞ്ഞു, ഉമ്മ നമ്മുടെ ഇക്കാക്കയോ പോയി, ഞാനിപ്പോ ഇതിന് അടിമപ്പെട്ടല്ലോ, നമ്മുടെ ഇക്കാക്കയോ പോയി എന്നൊരു വാക്ക് അവൻ പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഇക്കാക്കയുടെ കാര്യം? അപ്പോഴാണ് അവൻ ആ കഥ പറഞ്ഞത്. നമ്മുടെ ആ പരിസര പ്രദേശത്തുള്ള വേറൊരു ഓഫീസിൽ 2 വർഷം മുമ്പേ അവിടെ ഒരു യുവാവ് മരിച്ചു കിടന്നിരുന്നു, ഒരു അജ്ഞാത ശവശരീരം. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ അവന്റെ ശരീരത്തിൽ കണ്ട പ്രത്യേകത, ശരീരമാസകലം അങ്ങനെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞിരിക്കുകയാണ്.
ഈ വിത്ഡ്രോവൽ സിംറ്റം വരുമ്പോൾ, ലഹരി മരുന്ന് ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ സ്വയം ശരീരം മുറിക്കും, ബ്ലേഡ് കൊണ്ട് സ്വന്തം മുറിക്കും, മുറിച്ചിട്ട് ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും. അവന്റെ വേറൊരു പ്രത്യേകത, അവന്റെ ഓരോ ജോയിന്റുകളിലും ഞരമ്പുകളിലും ഇഞ്ചക്ഷൻ ചെയ്ത അടയാളമാണ്. അവസാനം ഈ മയക്കുമരുന്ന് കുത്തിക്കയറ്റാൻ ഞരമ്പ് പുറത്ത് കിട്ടാത്ത ഒരവസ്ഥ അവന് വന്നു. ആ അവസ്ഥ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് പരിചയപ്പെടുത്തുന്നത് ശരിയല്ല, ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചു കയറ്റുകയാണ്. അവസാനത്തെ ഒരു ഞരമ്പ് അവിടെ ബാക്കിയുള്ളൂ എന്ന് കണ്ടിട്ട് അവിടെ അടിച്ചു കയറ്റുകയാണ്. അതോടെ അവൻ മരിച്ചുപോയി. അതാണ് അഡിക്ഷൻ. ഞാൻ മരിച്ചു പോകുമെന്ന് അറിഞ്ഞാൽ പോലും അത് അടിച്ചു കയറ്റും. അന്ന് മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആ ഉമ്മയുടെ മൂത്ത മകൻ മരിച്ചിട്ട് ഏകദേശം ഒരു 62 ദിവസം, 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് രണ്ടാമത്തെ മകനെ അതേ കേസിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നത്. അതാണ് അഡിക്ഷൻ, അടിമത്തം എന്ന് പറയുന്നത്. കേട്ടോ ദുരന്തം, ഇത് കേട്ടോ. കരയോ അവൻ. എന്താ അവന് പറ്റിയത്? അവന് നാക്കുന്ന വാതിലൂടെ ആദ്യം ഒന്ന് രുചിച്ചു, പിന്നത് കുത്തിവെപ്പായി, പിന്നെ അവസാനം ശരീരത്തിൽ മുഴുവൻ കുത്തിവെക്കുകയാണ്. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കെട്ടാതിരുന്നാൽ വല്ലാത്ത വികലപ്പെടുന്നു. എവിടുന്ന് തുടങ്ങിയത്? നാക്കിലൂടെ. ഇന്ന് ലഹരി പോയി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച കുട്ടി ഒറ്റ മാസം കൊണ്ട് വല്ലാതായിപ്പോയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. അവനെ നശിപ്പിച്ചത് ഗെയിമുകളാണ്. മുഴുഭ്രാന്തനായിട്ട് മാറി. കുളിക്കാതെ നനയ്ക്കാതെ എവിടെ പറ്റുക? ഏതോ ലോകത്തിൽ വാതിലുകൾ തുറന്നിടുമ്പോൾ പാപം കിടക്കുകയാണ്. നാക്കെന്ന വാതിൽ, അതിലൂടെ പാപം കിടക്കരുത്. മൂന്നാമത്തെ ഒരു വാതിലുണ്ട്, ചെവി എന്ന വാതിലാണ്. ആവശ്യമില്ലാത്തൊരു കാര്യം കേൾക്കരുത്. പലരും ചതിക്കപ്പെട്ടത് എന്താണ്? അസമയത്തുള്ള ഫോൺ കോളുകൾ, മിസ് കോളുകൾ, വേണ്ടാത്ത പാട്ടുകൾ. ഈ പാട്ടുകളെല്ലാം കൂടെ മനുഷ്യൻ്റെ ചെവിക്കകത്തൂടെ കയറി അവനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, മനുഷ്യ മനസാക്ഷിയെ വികലമാക്കുന്ന പാട്ടുകൾ. നോക്കൂ മക്കളെ, ചെവി എന്ന വാതിൽ അടച്ചിടണം. ത്വക്കെന്ന വാതിൽ അടച്ചിടണം. ഒരു വ്യക്തി ആവശ്യമില്ലാത്തൊരു നമ്മുടെ ശരീരത്തെ തൊടാൻ അനുവദിക്കരുത്. ഒറ്റ വ്യക്തി ആവശ്യമില്ലാത്തൊരു നമ്മുടെ ശരീരത്തെ തൊടാൻ അനുവദിക്കരുത്. എന്താ കാര്യം? നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഞാനതിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ പരിശുദ്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ, ഒരു അമ്പലമോ ഒരു പള്ളിയോ ഒരു മുസ്ലിം ദേവാലയമോ, അവിടെ എന്തെങ്കിലും ഒരു ഇച്ചിരി ആ മോശപ്പെട്ട ഒരു കാര്യം ആരെങ്കിലും ഇട്ടാൽ ഇവിടെ ഒരു വലിയ കലഹം ഉണ്ടായില്ലേ? എന്താ കാര്യം? പരിശുദ്ധപ്പെട്ട സ്ഥലത്തേക്ക് ആവശ്യമില്ലാത്ത അതിനെ അശുദ്ധമാക്കിയ വികാരങ്ങൾ വ്രണപ്പെടും. അത് നാളെ വയലൻസായിട്ട് മാറും, വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ പോകും. എന്നാൽ അതിലും പരിശുദ്ധപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരമെന്ന ദേവാലയം. ഞാൻ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന എവിടാ? കല്ലുകൊണ്ടും മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ മനുഷ്യനുണ്ടാക്കിയ ദേവാലയങ്ങളല്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് മെട്ടഞ്ഞ എൻ്റെ മനുഷ്യനായ ദേവാലയത്തിൻ്റെ അകത്ത്, ആ ദേവാലയത്തിനകത്തേക്ക് അവിടുന്ന് വസിക്കുമ്പോൾ, അവിടുത്തെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അതിലേക്ക് നാക്കിലൂടെ തിന്മകൾ കടത്തിവിടരുത്, വേണ്ടാത്തത് രുചിക്കരുത്. രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, അവോയ്ഡ് ദ ഫസ്റ്റ് പഫ് ആൻഡ് അവോയ്ഡ് ദ ഫസ്റ്റ് പെഗ്. നാക്ക് മറക്കരുത്, ചെവി മറക്കരുത്, ത്വക്ക് മറക്കരുത്. എൻ്റെ പെൺകുഞ്ഞുങ്ങളെ, എൻ്റെ ആൺകുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത ഒരൊറ്റ വ്യക്തി ദേഹത്ത് തൊടാൻ അനുവദിക്കരുത്. അപ്പോൾ 5 വാതിലുകൾ ഏതൊക്കെ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ 5 വാതിലുകളെ അടച്ചിടണം. വചനം പറയുന്നു, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. മക്കളായ മക്കളെ, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം നിങ്ങളോട് മാത്രമാണ്. അതിനെ അടച്ചിടണം. എന്നിട്ട് തുറക്കണം. ആർക്ക് വേണ്ടി തുറക്കണം? ദൈവത്തിന് വേണ്ടി തുറക്കണം, നന്മയ്ക്ക് വേണ്ടി തുറക്കണം. കണ്ണ് തുറക്കണം. എന്ത് കാണാൻ? മായാക്കാഴ്ചകൾ കാണാനല്ല, പിന്നെ വേദപുസ്തകം വായിക്കാൻ തുറക്കണം. തുറന്ന് വായിക്കണം. ഇത് വായിച്ചാൽ ഇതിനകത്ത് ജീവനുണ്ട്. അത് തേൻകുട്ടിയ ദോശയ്ക്ക് നമ്മുടെ അണ്ണാക്കിന് മധുരമാണ്. മറ്റതെല്ലാം നമ്മളെ കയ്പിക്കുന്നതാണ്. ഇത് ജീവങ്കലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വായിക്കണം, വേദപുസ്തകം വായിക്കാൻ. എൻ്റെ പൊന്നും പ്രിയപ്പെട്ട മക്കളെ, നിൻ്റെ ശരീരത്ത് ആവശ്യമില്ലാത്ത ഒരാൾ തൊടാൻ അനുവദിക്കരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. പക്ഷേ ഈ ശരീരം ഉപയോഗിക്കണം. എന്തിനു വേണ്ടി? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. 2, ഈ കൈകളെ ദൈവത്തിന് വേണം. എന്തിന്? രോഗികളെ സുഖപ്പെടുത്താൻ. ഈ കാലുകളെ ദൈവത്തിന് വേണം. എന്തിന്? ദൈവത്തിന് വേണ്ടി നടക്കാൻ. അപ്പോൾ നോക്കുക, ഈ ശരീരം ദൈവത്തിനുള്ളതാണ്. കൊടുക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം.
ചെവി കൊടുക്കണം. എന്തിന്? പാപത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ രാവിലെ തോറ്റും അവനെ ഉണർത്തുന്നു എന്നൊരു വചനമുണ്ട്. എൻ്റെ ശബ്ദം ഞാൻ അവനെ കേൾപ്പിക്കും. ദൈവശബ്ദം ഈ ചെവിക്കാതുകൾക്കുള്ളിൽ കേൾക്കാൻ കഴിയും. അതുകൊണ്ട് മറക്കരുതേ, 5 വാതിലുകളിലൂടെ ഇവിടെ പാപം കടക്കുകയാണ്. പാപം കടന്നപ്പോൾ അവർ കണ്ടു, കാണാൻ കൊള്ളാം, തിന്നെന്നുള്ളാം, ജ്ഞാനം പ്രാപിക്കാൻ കാണുകയാണ്. ഉടനെ പറിച്ചു, കഴിച്ചു, കണ്ണു തുറന്നു. 7-ാം വാക്യം എന്താ കണ്ടത്? നഗ്നരെന്ന് കണ്ടു. ഈ ഭാഗം എന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തൊരു ഭാഗമാണ്. നഗ്നരെന്ന് കണ്ടു. ഇവർ നഗ്നരാണെന്ന് കണ്ടു അവർക്ക്. എന്നിട്ട് അവർക്ക് എന്തു തോന്നി? അവർ നഗ്നരെന്ന് അറിഞ്ഞു. അവർക്ക് അത്തിയിലെ കൂട്ടി തന്നെ അരയാടെ ഉണ്ടാക്കി. ദൈവം നടക്കുന്ന ഒച്ച കേട്ടു. അവരെ വിളിച്ചു, നീ എവിടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് വിളിച്ചു എന്ന് പറയുകയാണ്. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെടുന്നു എന്ന്. പക്ഷേ 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ എന്താ പറയുക? അവർ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് നാണം ഇല്ലായിരുന്നു. 1-ന്റെ അവസാനം അങ്ങനെ പറയുക, 2-ന്റെ അവസാനം നാണം ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നു നഗ്നരെന്ന് കണ്ടു, നാണം തോന്നി. അപ്പോൾ ഒറിജിനലായിട്ടുള്ളൊരു നാണമുണ്ട്. പാപത്തിന് മുമ്പുള്ള നിഷ്പാപയുഗം, ആ യുഗത്തിൽ എന്താ സംഭവിച്ചത്? നഗ്നരായിരുന്നു, പക്ഷെ നാണമില്ലായിരുന്നു. പക്ഷെ പാപത്തിന് ശേഷം എന്താ തോന്നി? നഗ്നതാ ബോധം ഉണ്ടായി. കാരണം നാണം തോന്നിച്ചു. ഇത് വളരെ പെട്ടെന്ന് ഭയങ്കര ഷിഫ്റ്റാണ് നടക്കുക. 2-ാം അധ്യായത്തിൻ്റെ അവസാനം നോക്ക്. നഗ്നരായിരുന്നു, നാണം ഇല്ലായിരുന്നു. 3-ാം അധ്യായത്തിൽ നഗ്നരെന്ന് അറിയുന്നു, കണ്ണ് തുറക്കുന്നു, നാണം തോന്നുന്നു, അത്തിയിലെ കൂട്ടത്തിന് അരയാട ഉണ്ടാക്കുന്നു. എന്താ സംഭവിച്ചത്? അവർ ഒളിക്കുന്നു. ഭയങ്കര ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടായി. 1-ാം അധ്യായത്തിൽ നാണമില്ല, നഗ്നരെന്ന ബോധ്യം എന്താ? അവൻ നഗ്നരായിരുന്നു. കാരണം അവർക്ക് നാണമില്ലായിരുന്നു, മറയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. മറയ്ക്കാനൊന്നും ഇല്ലാത്തതിന് പേടിക്കാനുണ്ടോ? ഒരു ശൈശവത്വത്തിൻ്റെ നിഷ്കളങ്കത അവിടെ കാണുക. അവർക്ക് പേടിക്കാനില്ല, കാരണം അവർക്കൊന്നും മറയ്ക്കാനില്ല. പക്ഷെ പാപം അവർക്ക് എന്തുണ്ടാക്കി? നഗ്നത ബോധം ഉണ്ടാക്കി. എന്തുകൊണ്ട് നഗ്നത ബോധം ഉണ്ടായേ? ചിന്തിക്കണം. ഒരു കൊച്ചു കുഞ്ഞ് കുളിക്കുകയാണ്, അവിടെ അപ്പനും അവിടെ കുളിപ്പിക്കാമെന്ന് വെക്കുക. കൊച്ചു കുഞ്ഞാ, ആ കുഞ്ഞിന് നാണമുണ്ടോ? ആ കുഞ്ഞിന് നാണമില്ല. 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുഞ്ഞിനെ ഒപ്പം കുളിപ്പിക്കുന്നു. കുഞ്ഞിന് നാണമുണ്ടോ? കുഞ്ഞിന് നാണമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, പെട്ടെന്നൊരു മനുഷ്യരെ കൊണ്ട് കയറി വരികയാണെങ്കിൽ, മോശപ്പെട്ട മനുഷ്യരുടെ നോട്ടമൊക്കെ ആണെങ്കിൽ, കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും പെട്ടെന്ന് കാണാം ടർക്കിയോ തോർത്തോ ഒക്കെ എടുത്ത് കൊടുക്കും. എന്താ കാര്യം? കുഞ്ഞിന് നാണം ഉണ്ടായി. കുഞ്ഞിന് നാണം ഉണ്ടാകാൻ കാര്യം എന്താ? കാര്യമുണ്ട്. അപ്പൻ്റെ കയ്യിരുന്നപ്പം കുഞ്ഞിന് എന്താ നാണം ഉണ്ടാക്കാഞ്ഞത്? ഈ കുഞ്ഞ് അപ്പന് വസ്തുവല്ല, വ്യക്തിയാണ്. പക്ഷെ വന്ന വ്യക്തിക്കോ ഇതൊരു വസ്തുവാണ്, വ്യക്തിയല്ല. അതുകൊണ്ടാണ് കുഞ്ഞിന് നാണം ഉണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു? തോർത്തെടുത്ത് മറച്ചു. അതിനല്ലേ നമ്മുടെ മക്കളെയൊക്കെ മറയ്ക്കുന്നത്, കുഞ്ഞൊരിക്കലും വസ്തുവാകാതിരിക്കാൻ വേണ്ടി. അപ്പം മനുഷ്യൻ പാപത്തിന് മുമ്പ് വസ്തുവല്ലായിരുന്നു. പാപത്തിന് ശേഷം എന്തായി? വസ്തുവായി. വസ്തുവായപ്പോഴാണ് അവർക്ക് നാണം തോന്നുന്നത്. എന്താണ് വ്യക്തിയും വസ്തുവും തമ്മിലുള്ള വ്യത്യാസം? വ്യക്തിയും വസ്തുവും തമ്മിൽ. അപ്പോൾ ഈ നാണം തോന്നിയപ്പോൾ അവർ അറിയാതെ ഉണ്ടാക്കുകയാണ്. സ്വയം പരിശ്രമം കൊണ്ട് ഇത് മറയ്ക്കാൻ നോക്കി. അവർ തന്നെ ഒരു പരിശ്രമം നടത്തി മറയ്ക്കാൻ. നടന്നോ? ഇല്ല. അത്തിയില കൊണ്ടുണ്ടാക്കിയ എന്താ കുഴപ്പം? വെയിലടിക്കുമ്പോൾ ഇത് ചുരുളാൻ തുടങ്ങും. ചുരുളുമ്പോൾ ഓവർ എക്സ്പോസ് ആകും. അപ്പോൾ അത്തിയില കൊണ്ട് അറിയാതെ ഉണ്ടാക്കി. ഒരിപ്പോഴും ഓർത്തോണേ. അപ്പം ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ മൃഗത്തിൻ്റെ തോല് കൊണ്ട് അവർക്ക് ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. മൃഗത്തിൻ്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാ മക്കളെ ഈ മൃഗം? ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞാടിൻ്റെ തോല് കൊണ്ട് മനുഷ്യൻ്റെ നഗ്നത ദൈവം മറച്ചു. ദൈവം മറയ്ക്കാനുള്ള ദൈവത്തിൻ്റെ ചേതോവികാരം എന്താ? പ്രധാന വികാരം ഒരിക്കലും എൻ്റെ കുഞ്ഞ്, എൻ്റെ സൃഷ്ടി, എൻ്റെ ഛായ, എൻ്റെ സ്വരൂപം, എൻ്റെ മക്കൾ വസ്തുവാകാൻ മാറില്ല. വസ്തുവാകാതിരിക്കാൻ വേണ്ടി പാപത്തിൻ്റെ നഗ്നത ദൈവം മറച്ചു. എന്താ വ്യക്തിയും വസ്തുവും തമ്മിലുള്ള വ്യത്യാസം? വ്യക്തിയും വസ്തുവും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായിട്ട് പറയാം. ഇതൊരു പേനയാണ്. ഇറ്റ് ഈസ് എ പെൻ. എന്താ ഈ പെൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു ഒബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് എ പെൻ. ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ മൈ സേക്ക് ആൻഡ് ആഫ്റ്റർ മൈ യൂസ് ഐ ക്യാൻ ത്രോ ഇറ്റ് അവേ. എൻ്റെ ഉപയോഗശേഷം ഞാനിതിനെ വലിച്ചെറിയും. ഇതൊരു പേനയാണ്. ദിസ് എ പുൾപിറ്റ്, ദിസ് എ മൈക്ക്. ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ മൈ സേക്ക്. ഇച്ചിരി വിലയുള്ളതാക്കണേ കുറച്ച് സൂക്ഷ്മതയിൽ ഉപയോഗിക്കും. പക്ഷേ കൊച്ചു പേനയോ
പണ്ടൊക്കെ പേനകളൊക്കെ പറഞ്ഞാൽ ഹീറോ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇങ്ക് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, സൂക്ഷിച്ച് ഉപയോഗിക്കും. പക്ഷേ ഇന്ന് ഈ 3 രൂപയുടെയൊക്കെ പ്ലാസ്റ്റിക് പേനകളാണ്. അതെന്ത് ചെയ്യും? ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചേറും, ആരും സൂക്ഷിക്കത്തില്ല. യൂസ് ആൻഡ് ദെൻ ത്രോ. പണ്ട് സ്റ്റീൽ ഗ്ലാസ്സുകൾ കഴുകി വെക്കും, കുപ്പി ഗ്ലാസ്സുകൾ ഉടഞ്ഞു പോകാൻ സൂക്ഷിച്ച് വെക്കും. കാലം മുമ്പോട്ട് പോയപ്പം പേപ്പർ ഗ്ലാസ്സുകളായി, ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളായി. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇപ്പം കുറയ്ക്കണം, ഇപ്പം പിന്നെ പേപ്പർ ഗ്ലാസ്സുകളായി. പേപ്പർ ഗ്ലാസ്സൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ആവശ്യം കഴിയുമ്പോൾ അത് വലിച്ചെറിയും. എന്താ പഠിച്ചം ഡിഫറൻസ്? ദിസ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ മൈ സേക്ക് ആൻഡ് ആഫ്റ്റർ മൈ യൂസ് ഐ വിൽ ത്രോ ഇറ്റ് അവേ. എൻ്റെ ഉപയോഗശേഷം ഞാനതിനെ വലിച്ചെറിയും. അപ്പോൾ വ്യക്തി ഇതുപോലായി, വ്യക്തിയും വസ്തുവായി. വ്യക്തി വസ്തുവായപ്പോൾ എന്ത് പറ്റി? പൊന്നു പ്രിയമുള്ള മക്കളെ, വ്യക്തിയുടെ മൂല്യം കുറഞ്ഞു, വ്യക്തികൾ വസ്തുവായി. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം. മനുഷ്യനെ കാണുന്നു വസ്തുവായിട്ട് മാറി. എന്നിട്ട് എന്തോ ചെയ്തു? ആവശ്യത്തിന് ശേഷം, ഉപയോഗിക്കാൻ ശേഷം വലിച്ചെറിയാൻ തുടങ്ങി. ഒരിക്കലും പാടില്ല. വ്യക്തി ഒരിക്കലും വസ്തുവാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവൻ്റെ നഗ്നതയെ മറച്ചത്. ആ നഗ്നതയെ ദൈവം മറച്ചു. ദൈവം മറയ്ക്കാൻ കാര്യം അവൻ ഒരിക്കലും വസ്തുവാകരുത്, ആരുടെയും കൈകളിൽ പെടരുന്നത് ദൈവത്തിന് നിർബന്ധമുണ്ട്. പാപത്തിന് മുമ്പ് അവർ നഗ്നരായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അവർക്ക് മറയ്ക്കാനൊന്നും ഇല്ലാത്തവരായിരുന്നു. ഒന്നും പിന്നെ ഞാൻ നഗ്നനായ ഒരാളെ കാണുന്നത് ക്രൂശിലാണ്. 33 വയസ്സേ ഉള്ളൂ, നിറഞ്ഞ യൗവനം, ഇത്ര ആകാര സൗഷ്ഠവും, പുരുഷത്വത്തിൻ്റെ ഉത്തമ പ്രതീകം. ഇങ്ങനെ മനുഷ്യനെ ലോകം കണ്ടിട്ടുണ്ടോ? അത്രയും സൗന്ദര്യമുള്ളത്. ഉത്തമ ഇതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പും ഉള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ. അത്രയും സൗന്ദര്യമുള്ള ആ ചെറുപ്പക്കാരൻ, യുവകോമളൻ, കാൽവറി കുരിശ് കിടക്കുന്ന കണ്ടോ? 2 കരങ്ങളും വിരിക്കപ്പെട്ടവനായി. അവൻ്റെ വസ്ത്രമെല്ലാം അവർ പകുത്തെടുത്തു, നഗ്നനായി കിടക്കുകയാണ്. വെല്ലുവിളി തോന്നി. ഞാനിങ്ങനെ പോയി സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ മനുഷ്യന് എന്നോട് പറയുന്നു, ക്രൂശിതൻ, എന്താണ് പറയാമോ? എനിക്ക് വയസ്സ് 33. പക്ഷേ എനിക്ക് ലോകത്തോട് പറയാൻ ഒരു കാര്യമുണ്ട്. എനിക്കൊന്നും മറയ്ക്കാനില്ല. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പൊന്നു കുഞ്ഞെ, പൊന്നു മോനെ, പൊന്നു മോളെ, നിൻ്റെ അമ്മയും നിനക്ക് വല്ലതും മറയ്ക്കാനുണ്ടോ? നിനക്ക് വിളിച്ചിട്ടൊരു കോൾ ഡിലീറ്റ് ചെയ്യാനുണ്ടോ? നീ എന്തിനെങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നേ? ഒറ്റക്കാരി എന്തോ മറയ്ക്കാനുണ്ടെന്ന്. മറകളില്ലാതെ ജീവിക്കണം. മറകളില്ലാതെ ജീവിക്കാൻ ഒരാൾ നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നു. 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവകോമളൻ, നമ്മുടെ ഗുരു, നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് മറയ്ക്കാൻ ഈ ഭൂമിയിലൊന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പൊന്നു കുഞ്ഞെ, നിൻ്റെ അമ്മ അറിയാത്തൊരിടപാട് നിനക്കുണ്ടോ? നിൻ്റെ അപ്പനറിയാത്തൊരിടപാട് നിനക്കുണ്ടോ? നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മറയ്ക്കാനുണ്ടോ? മറയ്ക്കാനുള്ളതെല്ലാം ഉപേക്ഷിക്കണം, എന്നിട്ട് മറയില്ലാതെ ജീവിക്കണം. എൻ്റെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പൊന്നു മക്കളെ, അമ്മ അറിയാതെ, അപ്പനറിയാതെ ഉള്ള ഇടപാടുകൾ എല്ലാം ഇന്ന് രാത്രി വിടണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെയും പേടിക്കുക? നിങ്ങൾ എന്താ മറയ്ക്കുന്നത്? എത്ര നാൾ മറയ്ക്കാൻ നോക്കൂ? ആരും അറിയാതെ വലിക്കുന്നുണ്ടെങ്കിൽ, ആരും അറിയാതെ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ ഹൈഡ് ചെയ്യാൻ നോക്കും? ഒരു ദിവസം കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ പൊതുജനത്തിന് മുമ്പിൽ പരസ്യകോലമാകേണ്ടി വരും. അതിനു മുമ്പ് ഒന്നും മറയ്ക്കാനില്ലാത്ത ഒരുവനെ കണ്ടോ? 33 വയസ്സേ ഉള്ളൂ. എന്തിനാ അവനിങ്ങനെ നഗ്നനായെന്നറിയാമോ? അവൻ നഗ്നനായത് പാപത്തിന് മുമ്പുള്ള മനുഷ്യൻ്റെ നിഷ്കളങ്കത തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ. പാപത്തിന് മുമ്പുള്ള അവൻ്റെ നഗ്നത, ആ നിഷ്കളങ്കത തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ അവൻ ക്രൂശിലിങ്ങനെ കിടക്കുകയാണ്. സകല പാപങ്ങളും അവൻ്റെ മേലായിട്ട്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വെല്ലുവിളി വെക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉപേക്ഷിക്കാനുള്ള സമയമായിട്ട് ഇതിനെ എടുക്കണം. ഈ യുവശക്തി കർത്താവിന് വേണ്ടിയുള്ളതാ. ജീവിക്കണം. ഞാൻ ഇന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, മരിക്കാൻ നേരത്ത് പറയണം, എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കൊന്നും മറയ്ക്കാനില്ലെന്ന്, എൻ്റെ മക്കളിൽ നിന്ന് എനിക്കൊന്നും മറയ്ക്കാനില്ലെന്ന്. എനിക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നേ? മറയ്ക്കാനൊന്നും കയ്യില്ലാത്തവൻ പോലീസ് വരുമ്പോൾ എന്തിനാ ഓടുന്നേ? മറയ്ക്കാനൊന്നും ഇല്ലാത്തവൻ കസ്റ്റംസുകാരോട് ഇറങ്ങി വരുമ്പോൾ എന്തിനാ പേടിക്കുന്നേ? മറയ്ക്കാനവന് പോരാ പേടിക്കാൻ. എല്ലാം. ഇനി ഒരു കാര്യം കൂടെ മറക്കരുതേ, ഇവിടെ മറച്ചാലും ഒന്നും മറയില്ലാതെ മനുഷ്യൻ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്, അന്ത്യവിധി. അന്ന് സകലതും ഭക്തവും മലർന്നുമായി ഇങ്ങനെ വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് വല്ലതും മറയ്ക്കാനൊക്കോ? വല്ലതും മറയ്ക്കാനുണ്ടോ? ഞാൻ വീണ്ടും ആത്മാവിൽ ചോദിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുന്നവരോട്, നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്ത നിമിഷങ്ങളിൽ എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ, മറയില്ലാത്ത, ഒന്നും മറയ്ക്കാനില്ലാത്ത ഒരു ഗുരുവിൻ്റെ ശിഷ്യരാണ് നമ്മളൊന്നും മറക്കരുത്. വയസ്സ് 33, എൻ്റെ 22-കാരാ, എൻ്റെ 17-കാരാ, എൻ്റെ 18-കാരത്തി,
എൻ്റെ 22-കാരത്തി, എൻ്റെ 26-കാരത്തി, എൻ്റെ 27-കാരത്തി, എൻ്റെ 30-കാരെ കണ്ടോ? 33-കാരൻ കിടക്കുന്നേ, മറയ്ക്കാനൊന്നുമില്ലാത്തവൻ. തിരഞ്ഞെടുക്കാവോ? എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന്, മനുഷ്യനിൽ നിന്ന് മറയ്ക്കാനുള്ളതെല്ലാം ഉപേക്ഷിക്കാനുള്ളൊരു സമയമാണ്. അവർ നഗ്നരായിരുന്നു. എന്നിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു? അവരെ നഗ്നരെന്ന് കണ്ടു. അടങ്ങിയിരിക്കാനൊക്കെയോ മാറിപ്പാനൊക്കെയോ ഓടിപ്പോയി ഒരു മൃഗത്തെ കൊന്നു, അരയട ഉണ്ടാക്കി. എന്തിനാ? എൻ്റെ വ്യക്തി, എൻ്റെ കുഞ്ഞ്, എൻ്റെ സ്വരൂപം വസ്തുവായി മാറരുത്. യൂസ് ആൻഡ് ത്രോയ്ക്ക് പോകല്ലേ. മറച്ചു, പാപത്തിൻ്റെ നഗ്നത മറച്ചു, തോലുകൊണ്ട് മറച്ചു. അതുകൊണ്ടാണ് പാടുന്നത്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിതാ. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ്ട നഗ്നത കൊണ്ടിങ്ങനെ മറച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നത. എന്തായിരുന്നു ആ മറയുടെ പിന്നിലെ ഉദ്ദേശം? എൻ്റെ സ്വരൂപം ഒരിക്കലും വസ്തുവായി മാറല്ലേ. ഞാനിങ്ങനെ നിന്ന് പറഞ്ഞു പോവുകയാണ്, വസ്തുവായി മാറാൻ പാടില്ല. ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനെ ഏതെൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. തക്കതായിട്ട് തുണിയെ കൊടുത്തു. വസ്തുവാകാൻ പാടാതിരിക്കാൻ വേണ്ടി. നിഷ്പാപയോത്തിൽ നാണമില്ലല്ലോ. വ്യക്തി വസ്തുവാകുമ്പോഴല്ലേ നാണം ഉണ്ടാകുക. മറച്ചു. ഒരാൾ കാര്യം മറച്ചെങ്കിൽ അത് തുറക്കണമെങ്കിൽ മറച്ചവൻ്റെ അനുവാദം വേണം. മറച്ചവന് ഒരു ഉദ്ദേശമുണ്ട്. മറയ്ക്കപ്പെട്ടത് എൻ്റെ സ്വരൂപമാണ്, അത് തുറക്കാം. എവിടെ? അവർ വസ്തുവാകത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് മാത്രം. വ്യക്തി വസ്തുവാകത്തില്ലെന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ വ്യക്തിയുടെ നഗ്നത തുറക്കപ്പെടാവൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ യുവ സമൂഹം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചലഞ്ച് കൊണ്ട് വെക്കുകയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ 1000 കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ ആത്മാവിൽ കാണുകയാണ്. അവർ തുടിക്കുന്ന രക്തമുള്ളവരാ, തീരുമാനശേഷിയുള്ളവരാ. ഒരാവശ്യം വന്നാൽ അവർ തെരുവിലിറങ്ങുന്നവരാ, കൈ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവരാ. എന്തിനേറെ പറയുന്നു, വേണമെങ്കിൽ പിച്ചാത്തി കുത്തി ചോരയെടുത്ത് ഒപ്പിടാൻ ധൈര്യമുള്ളവരാ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ആ മക്കളോടൊക്കെ ഞാൻ ചോദിക്കുക, നിന്റെ നഗ്നത ഒരാൾ മറച്ചു കാൽവറി കുരിശി. എന്തിന്? ഞാനും നീയും വസ്തുവായി പോകാതിരിക്കാൻ. അവൻ നഗ്നത മറച്ചെങ്കിൽ അത് തുറക്കാൻ മറച്ചവന് ഒരു ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ മറച്ചവൻ്റെ അനുവാദം വേണം. ശരിയല്ല? ഈ someone covers something, അത് തുറക്കണമെങ്കിൽ, അൺകവർ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം വേണം? മറച്ചവൻ്റെ അനുവാദം വേണം. മനുഷ്യൻ്റെ നഗ്നത മറച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ വസ്തുവാകാൻ പാടില്ല. ശ്രദ്ധിക്കണേ. അതിനുവേണ്ടി അവൻ്റെ പാപത്തിൻ്റെ നഗ്നത മറച്ചു. ഇനി തുറക്കണമെങ്കിൽ മറച്ചവൻ്റെ അനുവാദം വേണം. മറച്ചവൻ ആര്? ദൈവകുമാരൻ. എങ്ങനെ അത് റിസ്റ്റോർ ചെയ്തത്? കാൽവറി കുരിശിൽ 2 കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട കുരിശിൽ വസ്ത്രങ്ങളെല്ലാം പകുത്തെടുത്തപ്പെട്ടവനായി നഗ്നനായി കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു, നിൻ്റെ നഗ്നത മറയ്ക്കാൻ, നിന്നെ റിസ്റ്റോർ ചെയ്യാൻ ഞാനിതാ അവൻ്റെ തോല് കൊണ്ട്, അവൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ നഗ്നത മറച്ച് സീൽ ചെയ്തു. ഇനി അത് തുറക്കണമെങ്കിൽ അവൻ്റെ അനുവാദം വേണം. അവിടുത്തെ അനുവാദം കിട്ടണമെങ്കിൽ ഒരു കാര്യം ഗ്യാരൻ്റി ആക്കപ്പെടണം. എന്താണെന്നറിയാമോ? എൻ്റെ വ്യക്തി, എൻ്റെ കുഞ്ഞ് ഒരു വസ്തുവായി മാറത്തില്ല. പൊന്നു മക്കളെ, വ്യക്തി വസ്തുവാകാതെ അവൻ്റെ നഗ്നത തുറക്കാൻ ദൈവം അനുവദിച്ച ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ വിവാഹമെന്ന വിശുദ്ധ മാന്യമായ അവസ്ഥയാണ്. വിവാഹം ഏവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് തുറക്കപ്പെടുന്ന നഗ്നതകളിൽ നീ വ്യക്തിയല്ല, വസ്തു. 1000 കഥകൾ ഇതിനകത്തിരിപ്പുണ്ട്. 100 കണക്കിന് കുഞ്ഞുങ്ങൾ, എക്സാജറേഷൻ പറയല്ല മക്കളെ, ഈ തോളിക്കിടന്ന് പൊട്ടി അമറി കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിതം കശക്കപ്പെട്ട് എറിയപ്പെട്ട 100 കണക്കിന് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എളിയവന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
എന്താ സംഭവിച്ചത്? എവിടെയോ അതിനു മുമ്പ് വസ്തുവായി മാറി. അതിൻ്റെ കുറ്റബോധം അതിന് ശരീരത്തിനും മനസ്സിനും ഏൽപ്പിച്ച മുറിവുകൾ, കുടുംബത്തിനെ ഏൽപ്പിച്ച അപമാനങ്ങൾ, സർവോപരി തമ്പുരാൻ്റെ മനസ്സിനേൽപ്പിച്ച മുറിവുകൾ. നിന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ഒരു മൂത്ത സഹോദരൻ നിലയിൽ ഞാൻ ഇന്ന് രാത്രി യുവശക്തി കർത്താവിന് വേണ്ടി എന്നുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ യുവാക്കളോടും യുവതികളോടും ചോദിക്കട്ടെ, ഈ രാത്രിയിൽ ഒരു തീരുമാനം എടുക്കാവോ? ഈ രാത്രി നിങ്ങൾക്കുള്ള രാത്രി. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോട്. ഒരു കാര്യം തീരുമാനിക്കാമോ? എൻ്റെ വിവാഹത്തിന് മുമ്പ് എനിക്ക് ദൈവം തന്ന് മറച്ച എൻ്റെ ശരീരത്തെ ഒറ്റ വ്യക്തിക്ക് മുമ്പിൽ തുറന്ന് ഒരു വസ്തുവായി തീരത്തില്ല. കാരണം അവൻ എൻ്റെ നഗ്നത മറച്ചു. ഉറപ്പാക്കണം നീ വസ്തുവാകത്തില്ലെന്ന്. ഹീ കവേഴ്സ് യുവർ നേക്കഡ്നെസ്. വിലയ്ക്ക് വാങ്ങി, വെറുതെയല്ല, അവിടുത്തെ രക്തം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനെ തീരുമാനിക്കാൻ ദിഷണാശക്തിയുള്ള, ഇങ്ങനെ തീരുമാനിക്കാൻ ഊർജമുള്ള പൊന്നു മക്കളെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്കൊക്കെങ്കിൽ നിങ്ങളുടെ മുഷ്ടി ഒന്ന് ചുരുട്ടി കരമൊക്കെ ഒന്ന് മുമ്പോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തീരുമാനിക്കുക, എൻ്റെ നഗ്നത അവൻ മറച്ചു. വെറുതെയല്ല, 33കാരൻ കാൽവറി കുരിശിൽ അവിടുത്തെ ചോര കൊണ്ട് മറച്ചു. നിങ്ങളുടെ പാവമെല്ലാം ഇങ്ങനെ മറച്ചു. നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കി യേശുവിൻ്റെ രക്തം കൊണ്ട് മറച്ചു. ഇനി ഞാനൊരു വസ്തുവായി. വിവാഹത്തിന് മുമ്പ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന വിശുദ്ധ അവസ്ഥയ്ക്ക് മുമ്പ് ഒരുവൻ്റെ മുമ്പിലും എൻ്റെ നഗ്നത അനാവരണം ചെയ്ത് വസ്തുവായി മാറത്തില്ലെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തേ. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്താൽ ഉറപ്പ് പറയാം, നിൻ്റെ മേൽ ഒരു സീല് വന്ന് വീഴും, ഒരു മുദ്ര. അത് സ്വർഗത്തിൻ്റെ മുദ്രയായിരിക്കും. അതിന് ദൈവവും ദൂതന്മാരും സാക്ഷിയാകും. ഇന്ന് വേറെ ആരുമില്ല. ഈ കൊച്ചുകാലവിളയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ ഒരു തീരുമാനമെടുത്തിലേക്ക് നയിക്കുവാൻ എളിയവന് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. പക്ഷെ അവർ പലരും പിന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രത്യേക നിർണായ ഘട്ടങ്ങളിൽ ഈ തീരുമാനം നിലനിർത്താൻ ദൈവം തൻ്റെ ദൂതന്മാരെ ലിറ്ററലി അയച്ചവരെ കാത്ത വഴികൾ. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനെ തീരുമാനിക്കാൻ തോന്നുന്നവർ ഒന്നുകൂടെ പ്രാർത്ഥിച്ച്, യേശുപ്പച്ച, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഏറ്റു പറയാം. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു, എൻ്റെ യൗവനം കർത്താവിൻ്റെതാണ്. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ശരീരം അങ്ങയുടേതാണ്. അങ്ങൻ്റെ പാപത്തിൻ്റെ നഗ്നത അങ്ങയുടെ ചോര കൊണ്ട് മറച്ചതാണ്. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ തീരുമാനിക്കുന്നു, എൻ്റെ വിശുദ്ധ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വിശുദ്ധ വിവാഹാവസ്ഥയ്ക്ക് മുമ്പ് ഒരുവൻ്റെ മുമ്പിലും വസ്ത്രമുരിഞ്ഞ് ഒരു വസ്തുവായി മാറാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ തീരുമാനത്തിന് ദൈവവും ദൈവദൂതന്മാരും സാക്ഷി. ഈ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ സർവശക്തനെ അങ്ങയുടെ കൃപ, അഭിഷേകം, ശക്തി എനിക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ തീരുമാനമെടുത്ത മക്കളെ, ഈ തീരുമാനത്തിൽ നിലനിൽക്കാനുള്ള കൃപ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയുണ്ട്, ദൈവദാസന്മാരുണ്ട്. അതിലുപരി ചങ്കിൽ വാളുമായി
വേണ്ടി നീ അത് കരയുന്ന നിൻ്റെ അമ്മയുണ്ട്. നിശബ്ദനെന്ന് തോന്നിയാൽ എൻ്റെ കുഞ്ഞിന് ദോഷം വരില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന അപ്പനുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ നിനക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന തമ്പുരാനുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു ശീലപ്പാട്ട് നമുക്കൊന്നും പാടാം. പവതേ സ്നേഹിപ്പാ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേ കാണുന്ന നാരിതാ, ക്രൂശിന്മേ കാണുന്ന ദാരിതാ, പ്രാണനാഥൻ എൻപേർക്കായി ചാകുന്നു. ഈ കാഴ്ച കണ്ടോ? 33 വയസ്സേ ഉള്ളൂ. ഒന്നും മറയ്ക്കാനില്ല. അവനാ നമ്മുടെ ഗുരു. എന്തെങ്കിലും അപജയങ്ങൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ സകലതും പുതിയതാക്കുന്ന ദൈവത്തിൻ്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മക്കളെ. കണ്ണടച്ചേ കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് തലവണയ്ക്കുക, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, സർവശക്തൻ്റെ മുമ്പിൽ, എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുന്ന അങ്ങയുടെ മുമ്പിൽ തീരുമാനമെടുത്ത് ഞാൻ എന്നെ അശുദ്ധമാക്കത്തില്ലെന്നും എൻ്റെ വിവാഹത്തിന് മുമ്പ് തമ്പുരാനെ അതിൻ്റെ പുറത്തോ ആ വിശുദ്ധ അവസ്ഥയ്ക്ക് മുമ്പ് ഞാനൊരു വസ്തുവായി മാറത്തില്ലെന്ന് ഉള്ളിത്തട്ടി നിൻ്റെ മുമ്പിൽ ദൃഢപ്രതിജ്ഞയെടുത്ത ഈ പൊന്നു മക്കളെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ യുവശക്തി കർത്താവിന് വേണ്ടി, ഈ ശക്തി കർത്താവിന് വേണ്ടി മാത്രം നിൽക്കട്ടെ. അവർ വിശ്വസ്ത സാക്ഷികളായി നിൽക്കട്ടെ. ഒന്നും ജീവിതത്തിൽ മറയ്ക്കാനില്ലാത്തവരായി നിൽക്കട്ടെ. ആരുടെ മുമ്പിൽ പേടിക്കാത്തവരായി നിൽക്കട്ടെ. പിശാചിന് അവരുടെ മേൽ അവകാശം പറയാൻ ഒരു വാദമില്ലാത്തവരായി നിൽക്കട്ടെ. എല്ലാ അപജയങ്ങളും മാറട്ടെ. എല്ലാ ഇരുട്ടുകളും മാറട്ടെ. ഇന്നെടുത്ത തീരുമാനത്തിന്മേൽ നിൽക്കാനുള്ള കൃപ കിട്ടട്ടെ. കഴുകൻ കണ്ണുകളുമായി മക്കളെ വസ്തുവാക്കാൻ ഉന്നം വെച്ച് നിൽക്കുന്ന എല്ലാ ദുഷ്ടദൃഷ്ടികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഷ്ടദൃഷ്ടികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഈ മക്കളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, വസ്തുവാകരുത്. മറക്കരുത്, ഒന്നും മറയ്ക്കാനില്ലാത്തവരായിട്ട് ജീവിക്കണം. മറക്കരുത്, ചങ്കിവാളുള്ള നിൻ്റെ അമ്മയെ മറക്കരുത്. നിശബ്ദ സാക്ഷിയായി ഒന്നും മിണ്ടി വഴക്ക് പറയെങ്കിലും മിണ്ടാതിരിക്കുന്ന നിങ്ങളുടെ അപ്പനെ മറക്കരുത്. അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ അനുഗ്രഹമാണ്. ദൈവദാസൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ദൈവദൂതന്മാർ നിങ്ങളെ കാവൽ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.